ഹലോ, ഇന്ന് ഞാനിവിടെ ഒരു കിടിലൻ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്, ചിലവ് കുറഞ്ഞതുമാണ്. ഇത് മാത്രം മതി നമുക്ക് സപ്പറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ഇത് വെറുതെ നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. കാന്താരി മുളക് ഉണക്കി പൊടിച്ചത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, വെളുത്തുള്ളി, 2 ഗ്രാമ്പു, ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. ഇനി നമുക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളകും ഗ്രാമ്പും കൂടെ മിക്സിയുടെ ജാറിലിട്ടേച്ച് ഒന്ന് ഇതുപോലെ പൊടിച്ചെടുക്കാം. ഒരുപാട് ചരക്കൊന്നും വേണ്ട. ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഗോതമ്പ് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അതുപോലെ ഈ നമ്മുടെ കറിവേപ്പില ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പിച്ചി എടുത്തിട്ട് അതും കൂടി മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. അതിനുശേഷം നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം എടുക്കാം. വെള്ളം എടുത്തതിന് ശേഷം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിന് പാകത്തിനായി കഴിയുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇളക്കി നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇതിപ്പോൾ എന്താ ഇത്രയേ ആയിട്ടുള്ളൂ, കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് പാകത്തിനാണ്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ഓരോന്നും ഉണ്ടാക്കാനായിട്ട് 1 തവി ബാറ്റർ എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടുമില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം മതിയേ. ഞാനിപ്പോൾ അതാ ഇത്രയും വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു തവിയിൽ മാവ് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ചുട്ടെടുത്താൽ മതി. ഒരുപാട് തീയൊന്നും കൂട്ടിയിടരുത്. കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലൊന്നും വെന്ത് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് പതിയെ വേവിച്ചെടുത്താൽ മതി. ഈ ഭാഗം ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കൊരു ലേശം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്കും കൂടെ ഒഴിച്ച് എല്ലായിടത്തും കൂടെ ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കണേ. ഇനി നമുക്കിത് ഇതുപോലെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്തൊന്ന് 2-3 പ്രാവശ്യം ആക്കി കൊടുക്കാം. അപ്പോഴേക്കുമാണ് അതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടുള്ളൂ. നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് കഴിക്കാനായിട്ട് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാവുന്നേ. പൊറോട്ടയൊക്കെ കഴിക്കണ പോലെ തന്നെ. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വീണ്ടും ചോദിച്ചു ഒന്ന് വാങ്ങിച്ച് കഴിച്ചോളൂ കേട്ടോ. നല്ല മണം നല്ല രുചിയൊക്കെയാണ് അത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ മണം കേട്ടിട്ട് തന്നെ ഇവിടെ ഓരോരുത്തർ ഓടി വന്നിട്ടുണ്ട് എന്ത് സാധനം ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ താമസമുള്ളൂ, വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്ന് തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നും ഇതുപോലെ ചുറ്റിച്ചെടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉൾഭാഗം വേവില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആർക്കും സാധിക്കും. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് വേണ്ട, എന്നാൽ നല്ല രുചിയുണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി
സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ചിക്കനോ ബീഫോ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാം. ആവശ്യമുള്ളവർ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. ഏത് ഷുഗറുള്ളവർക്കോ വയസ്സായവർക്കോ കൊച്ചുകുട്ടികൾക്കോ ഒക്കെ കൊടുക്കാം. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ എരിവൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവൊക്കെ ആയി കഴിഞ്ഞാൽ കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും അതിനകത്ത് നോക്കാനില്ല, ആർക്കായാലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.